9th standard social science 2, that means geography. Okay, first chapter is sun, the ultimate source. Sun എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് സോഴ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ സൺ എന്ന് പറയുന്നത് എന്താണ്? ദ സോൾ സോഴ്സ് ഓഫ് എനർജി, എനർജിയുടെ ഒരു കവചമാണ് സൺ എന്ന് പറയുന്നത്. സണ്ണിൽ നിന്നാണ് ഓൾ എനർജി വി ആർ ഗെറ്റിംഗ്, നമുക്ക് കിട്ടുന്ന എല്ലാ എനർജിയും കിട്ടുന്നത് സണ്ണിൽ നിന്നാണ്. സോ സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ പേര് സോളാർ എനർജി എന്നാണ്. എന്താണ് പേര്? സോളാർ എനർജി. സോ ഈ എനർജി എവിടെ കിട്ടും? നമുക്ക് എർത്തിലോട്ട് കിട്ടും. സോ സൺ എന്ന് പറയുന്നത് സോൾ സോഴ്സ് ഓഫ് എനർജി, ഇറ്റ് ഈസ് ഫോർ എർത്ത് ആൻഡ് ഇറ്റ് റീച്ച് എർത്ത് ഇൻ ദ ഫോം ഓഫ് എ ഷോർട്ട് വേവ്സ്. ഇതെങ്ങനെയാണ് നമുക്ക് ഭൂമിയിൽ കിട്ടുന്നത്? ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷോർട്ട് വേവ് ആയിട്ടാണ്, ചെറിയൊരു വേവ്സ് ആയിട്ടാണ് നമുക്ക് ഈ സോളാർ എനർജിയെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേര് ഇൻസോളേഷൻ. ഈ ഒരു ടോട്ടൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസോളേഷൻ എന്ന് പറയുന്നത്. അതായത് സണ്ണിൻ്റെ സോൾ സോഴ്സ്, ആ ഒരു സൺ എനർജി എർത്തിലോട്ട് കിട്ടി, ആ എർത്തിലോട്ട് കിട്ടുന്ന വേ ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് എ ഷോർട്ട് വേവ്സ്. ആ ഒരു ടോട്ടൽ പ്രോസസ്സിന് വിളിക്കുന്ന പേര് ഇൻസോളേഷൻ. ഓക്കെ, ഈ കിട്ടുന്ന എനർജി, ഓക്കെ, കാരണം എന്ത് സംഭവിക്കും? എർത്തിൻ്റെ സർഫസ്, അതിൻ്റെ ഉപരിതലം അങ്ങ് ഹീറ്റ് ആവാൻ തുടങ്ങും. ഈ ഒരു ഹീറ്റിംഗ് പ്രോസസ്സ് സൺ സെറ്റ് വരെ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാം, സൺറൈസ് ആയി മിഡിൽ ആകുമ്പോഴത്തേക്കും, ന്യൂൺ ആകുമ്പോഴത്തേക്കും ഹൈ ഹീറ്റ് ആയിരിക്കും. ദെൻ അഗൈൻ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കുറയും അല്ലേ? ആ സമയം വരെയും ഈ സണ്ണിൻ്റെ എനർജി ടോട്ടലായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും അപ് ടു സൺസെറ്റ്. ഈ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാം വീണ്ടും ട്രാൻസ്ഫോം ടു അറ്റ്മോസ്ഫിയർ. എന്നിട്ട് ഈ ഒരു ഹീറ്റ് എഗൈൻ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു പോകും. പല വിധത്തിലാണ് അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ സണ്ണിൻ്റെ എനർജി നമുക്ക് എർത്തിലോട്ട് കിട്ടുന്നത് ഒരൊറ്റ പ്രോസസ്സ് വഴിയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസോളേഷൻ. പക്ഷേ ഈ സണ്ണിൻ്റെ എനർജി തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മൊത്തം 4 പ്രോസസ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 വേസിലാണ് എർത്തിലോട്ട് കിട്ടിയ ആ ഒരു എനർജി തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തിനാണ് ഇത് വീണ്ടും തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സണ്ണിൻ്റെ എനർജി ഫുൾ ടോട്ടലായിട്ട് എർത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ ഹീറ്റ് ആയിരിക്കും. നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ഹീറ്റ് ആയിരിക്കും നമ്മുടെ ഭൂമിയിലുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഹീറ്റ് വീണ്ടും തിരിച്ച് ട്രാൻസ്ഫോം ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഔട്ടർ സ്പേസിലോട്ട് പോയാൽ മാത്രമേ ഒരു ബാലൻസിങ് ടെമ്പറേച്ചർ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു പോകണേ നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്. അപ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 പേരാണ് ഉള്ളത്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഹീറ്റ് ഫുള്ളായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഔട്ടർ സ്പേസിലോട്ട് പോവുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ബാക്കി 3ൻ്റെയും പങ്ക് വളരെയധികം കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. കണ്ടക്ഷൻ എന്താണെന്ന് നോക്കാം. എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ലെവലിലോട്ട് ഈ ഒരു എനർജി പോകുന്നതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എർത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു സർഫസിലോട്ട്, ഓക്കെ, എർത്തിൽ നിന്ന് തൊട്ട് മേളിൽ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് ഈ ഒരു എനർജി പോകുന്നതിനെയാണ് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു എനർജി കാരണം അവിടുത്തെ എയർ അങ്ങ് എക്സ്പാൻഡ് ആവും. ഈ ഒരു എക്സ്പാൻഡായ എയർ നിങ്ങൾക്കറിയാം, കട്ടി കുറഞ്ഞ വസ്തുവാണെങ്കിൽ അത് മേളിലോട്ട് പോകും. സോ അതൊരു എയർ എക്സ്പാൻഡ് ചെയ്യുമ്പം വീണ്ടും അത് മേളിലോട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് പോകാൻ തുടങ്ങും. അതിനെ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നു. ദെൻ അഡ്വെക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ, കാറ്റ് വീശുമ്പോൾ ഹൈ ഹീറ്റ് ആയിട്ടുള്ള എയർ പാസ് ചെയ്ത് പോകുന്നു. ഇങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇതിലൊക്കെ വളരെ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ഹീറ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്ത് പോകാറുള്ളൂ. കൂടുതൽ ഹീറ്റും ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴിയാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ എപ്പോഴും ലോങ് വേവ്സ് ആയിരിക്കും, മറക്കരുത്. സണ്ണിൽ നിന്ന് എനർജി എർത്തിലോട്ട് വരുന്നത് ഷോർട്ട് വേവ്സിലായിരിക്കും. പക്ഷേ എർത്തിൽ നിന്നും തിരിച്ച് ഔട്ടർ സ്പേസിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത് എപ്പോഴും ലോങ് വേവ് ആയിരിക്കും. കണ്ടല്ലോ, ലോങ് വേവ് ആയിരിക്കും. ഇതിനെ റേഡിയേഷൻ എന്നാണ് വിളിക്കുക. അതായത് തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് പോവുക എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതെങ്ങനെയാണ്? അറ്റ്മോസ്ഫിയർ മെയിൻലി ഹീറ്റഡ്. അപ്പോൾ ഈ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാൻ തുടങ്ങും.
ഓക്കെ, എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് നമുക്ക് നോക്കാം. ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൊലേഷനും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ഒരു ബാലൻസ്. ഇവർ തമ്മിലൊരു ബാലൻസായി നിന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എർത്ത് സർഫസിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി നമ്മുടെ എർത്ത് സർഫസിന് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഓൾവേസ് ബി ഷോർട്ട് വേവ്സ്. അതെപ്പോഴും ഷോർട്ട് വേവ് തന്നെ ആയിരിക്കും. അതേസമയം എർത്ത് സർഫസിൽ നിന്ന് തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് ഔട്ടർ സ്പേസിലോട്ട് പോകുന്ന വേവ്സ് എന്ന് പറയുന്നത് ലോങ് വേവ്സ് ആയിരിക്കും. അങ്ങനെ പോകുന്നവയെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നു. അതല്ലാതെ വേറെ 3 പ്രോസസ്സും കൂടിയുണ്ട്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ. കണ്ടക്ഷനിൽ സാധാരണ നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് തൊട്ട് മേളിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും എയർ ഭയങ്കരമായിട്ട് ഹീറ്റായി എക്സ്പാൻഡായി മേളിലോട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ലെവലിലോട്ട് പോകുന്നു. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് നല്ല ഹീറ്റായിട്ടുള്ള എയർ കാറ്റടിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് അഡ്വെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇത് എർത്തിൻ്റെ സർഫസ് ആണെന്ന് സങ്കല്പിക്കുക. ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ നിന്നും എർത്തിലോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസൊലേഷൻ എന്ന് പറഞ്ഞു. ഈ ഒരു ഇൻസൊലേഷൻ പ്രോസസ്സിൽ ഒരു 100% അല്ലെങ്കിൽ 100 യൂണിറ്റ് ഓഫ് കുറേ ഷോർട്ട് വേവ് സോളാർ എനർജി നമ്മുടെ ഭൂമിയിൽ കിട്ടിയെന്ന് വിചാരിക്കുക. സങ്കല്പിക്കുക, എത്ര യൂണിറ്റ് ആണ്? 100 യൂണിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഒരു 100 യൂണിറ്റിൽ നമ്മുടെ സണ്ണിൽ നിന്നും എനർജി ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിലൊരു 35%, ഓക്കെ, ഈ 100ൽ 35% അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡും ഡസ്റ്റും ഒക്കെ റേഡിയേറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും സണ്ണിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടും. ബാക്കിയുള്ള 65 യൂണിറ്റ് ആണ് അല്ലെങ്കിൽ 65% ആണ് നമ്മൾ കറക്റ്റായിട്ട് ഭൂമിയിലോട്ട് വരുന്നത്. ക്ലിയർ ആയോ? അറ്റ്മോസ്ഫിയറിലോട്ട് വരുന്ന വഴിക്ക് തന്നെ ഇവിടുത്തെ എന്ത് സംഭവിക്കും? ഇവിടുത്തെ ക്ലൗഡ്സും ഡസ്റ്റും ഒക്കെ ഈ 35%-നെ വീണ്ടും തിരിച്ച് സൂര്യനിലോട്ട് തന്നെ അയക്കും. ബാക്കിയുള്ള 65% നമ്മുടെ എർത്ത് സർഫസിലോട്ട് വരുന്നത്. ഓക്കെ, കണ്ടല്ലോ, 35% അറ്റ്മോസ്ഫിയർ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ സംഭവിച്ച് തിരിച്ച് കറക്റ്റായിട്ട് ഔട്ടർ സ്പേസിൽ പോകുന്നത് 17% ഈ 35%-ൽ 35% അറ്റ്മോസ്ഫിയറിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് ഔട്ടർ സ്പേസിൽ മൊത്തത്തിൽ എത്താറില്ല. ഓക്കെ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റേഡിയേഷൻ സംഭവിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് കുറേയൊക്കെ വീണ്ടും ബാക്കിയുള്ള ക്ലൗഡ്സും ഡസ്റ്റും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കും. അതിൽ നിന്ന് ഒരു 17% ഔട്ടർ സ്പേസിലെത്തിയെന്ന് സങ്കല്പിക്കുക. സോ 17% ഔട്ടർ സ്പേസിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള 65% നമുക്ക് എർത്ത് സർഫസിൽ കിട്ടിയല്ലോ. ഈ 65%-ൽ 51% കറക്റ്റായിട്ട് നമ്മുടെ എർത്ത് സർഫസിൽ റീച്ച് ചെയ്തു. ബാക്കിയുള്ള 14% എന്ത് ചെയ്യാണ്? ആ അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡും ഡസ്റ്റും ഒക്കെ ബാക്കിയുള്ള താഴോട്ടൊക്കെ ഉള്ള ക്ലൗഡും ഡസ്റ്റും അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യാണ്? അവരതങ്ങ് വലിച്ചെടുക്കുവാണ്. ഓക്കെ, നമുക്കറിയാമല്ലോ ഈ കടലിൻ്റെ തീരത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ചൂട് കാറ്റൊക്കെ വീശുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യാണ്? കുറച്ച് ഹീറ്റ് അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് 14% എന്ന് വിചാരിക്കുക. എർത്തിൻ്റെ സർഫസിലുള്ള ഹീറ്റ് 51% വിചാരിക്കാം. ഇനി ഇവിടുന്ന് രണ്ടിടത്തിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിച്ച് വീണ്ടും റേഡിയേറ്റ് ചെയ്ത് ഔട്ടർ സ്പേസിലോട്ട് പോകണം അല്ലേ? അങ്ങനെ റേഡിയേറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നത് 48%. കാരണം ബാക്കിയുള്ള പെർസെൻറ്റേജ് തിരിച്ചു പോകുന്ന വഴിക്കുള്ള ഏതെങ്കിലും ക്ലൗഡോ ഡസ്റ്റോ ഓക്സിജൻ പാർട്ടിക്കിൾസോ അവരൊക്കെ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ബാക്കി എത്ര പെർസെൻറ്റേജ് ആയിരിക്കും തിരിച്ചു പോവുക? 48%. അപ്പോൾ നേരത്തെ 17% ആണല്ലോ തിരിച്ചു പോയത്. ഇവിടെ നിന്നുള്ള 48% തിരിച്ചു പോയി. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൊത്തം 65%. അപ്പോൾ എർത്തിൻ്റെ സർഫസിലോട്ട് വന്നതും 65%, മൊത്തം തിരിച്ച് ഔട്ടർ സ്പേസിലോട്ട് എത്തുന്നതും 65%. അപ്പോൾ രണ്ടും തിരിച്ചു പോകുന്നത് പല രീതിയിലാണെങ്കിൽ പോലും എർത്തിൻ്റെ സർഫസിൽ എന്തുമാത്രം ഹീറ്റ് വരുമോ അത്രയും ഹീറ്റ് തന്നെ തിരിച്ച് വീണ്ടും ഔട്ടർ സ്പേസിലോട്ട് കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹീറ്റ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ സർഫസ് ഓഫ് എർത്തും കറക്റ്റ് ടെമ്പറേച്ചറായിട്ട് ബാലൻസ് ചെയ്ത് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക്